ഇന്ന് നമ്മൾ കേട്ട മറ്റൊരു ക്രൈം വാർത്ത ആലപ്പുഴയിലാണ്. ആ ആലപ്പുഴയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പന്നിക്കണിയൊക്കെ പോലെ വൈദ്യുതി കെണി സ്ഥാപിച്ച് കൊന്നു എന്നുള്ളതാണ്. അവിടുത്തെ പുന്നപ്ര നോർത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി എ പി സരിത കൂടി ചേർന്നു. ശ്രീമതി എ പി സരിത, ഈ അവിടെ ദിനേശൻ എന്നൊരാളാണ് കൊല്ലപ്പെടുന്നത്. ഈ ദിനേശനും ഈ മകനും തമ്മിൽ നേരത്തെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേൾക്കുന്നുണ്ട്. അത് കൊലപാതകത്തിൽ അത് ഇത്രയും വളരെ ആസൂത്രിതമായി, എനിക്കൊന്ന് ഇലക്ട്രീഷ്യനാണ് ഈ മകൻ, വളരെ ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് പോകാനിടയായ പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാമോ ശ്രീമതി സരിത? തീർച്ചയായും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യം കൊലപാതകം എന്നൊരു സ്റ്റേജ് അല്ലായിരുന്നു. ആ പാടശേഖരത്തിൽ ഇദ്ദേഹത്തെ കാണുകയും അത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഡോക്ടറുടെ ആദ്യത്തെ നിഗമനത്തിൽ നിന്ന് അത് ഷോക്ക് ഏറ്റാണ് ഇദ്ദേഹം മരിക്കുന്നത് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് അത്തരത്തിൽ കൊലപാതകം എന്ന രൂപത്തിലോട്ട് വരുന്നത്. എന്നാൽ ആ ഒരു പാടശേഖര ഭാഗത്ത് ഒരു പോസ്റ്റോ ലൈനോ ഷോക്ക് അടിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരോ ഷോക്ക് അടുപ്പിച്ച് അവിടെ കൊണ്ടിട്ടതാണ് എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയും പിന്നീട് നമ്മുടെ പുന്നപ്ര സ്റ്റേഷനിലെ CI സ്റ്റെപ്റ്റോ ജോണിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു അന്വേഷണം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവരുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ പ്രതിയെ പിടിക്കുവാനും ആ ഒരു ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറി ഇപ്പോൾ ഞാനടക്കം പോയി കണ്ടതാണ്. എല്ലാം കേബിളുകൾ അല്ലെങ്കിൽ വയറുകൾ ചെറിയതായിട്ട് കട്ട് ചെയ്ത് പല പല ഭാഗത്തും വെച്ചിട്ട് നമുക്ക് ആ മുറിക്കകത്ത് കയറാൻ പറ്റാത്ത തരത്തിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എന്താണ് മുൻപ് തന്നെ ഇദ്ദേഹം ഈ ഒരു ഇലക്ട്രിക് വർക്ക് നടത്തുന്നുണ്ട്. അത്തരത്തിൽ വളരെ ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഈ ഒരു രീതിയിൽ ഒരു കൊലപാതകം അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ദിനേശിനോട് ഇയാൾക്ക് അത്രയും പകയുണ്ടാവാനുള്ള കാരണം എന്താണ്? കൊലപാതകം തന്നെയാണ് ഈ ഒരു പക ഉണ്ടാകാൻ. ഈ കൊലപാതകം നടന്ന് അതിനുശേഷം നമ്മൾ അന്വേഷിച്ചത്, അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഈ പ്രതി, അതായത് കിരണിൻ്റെ അമ്മയുമായിട്ട് ഈ മരിച്ച ദിനേശിന് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം പല പ്രാവശ്യം അവിടെ ചെല്ലുകയും അത് ഈ മകൻ കാണുകയും ഇടയായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ മകൻ ഈ ദിനേശിനെ അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പക ഇദ്ദേഹത്തിന് അങ്ങോട്ടും ഉണ്ട്, ഈ കിരണിന് ദിനേശിന്മേലും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു 8-ാം തീയതി സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം അവിടെ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി തന്നെ ഇയാൾ ഇവിടെ എത്തും, അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ ഇദ്ദേഹത്തെ അപായപ്പെടുത്താമെന്ന് മനസ്സിൽ കരുതിക്കൂട്ടി തന്നെ ആയിരിക്കണം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ വളരെ വളരെ ആലോചിച്ച് ഇതുവരെ ആലോചിക്കാത്ത വഴികൾ കൂടെ ചതുപ്പിൽ ഒരു വൈദ്യുതി ഇരുമ്പിൻ്റെ ഒരു പോള് താഴ്ത്തി അതിലേക്ക് വൈദ്യുതി കൊടുത്ത് ഇയാൾ വരുന്ന വഴിയിൽ കാത്തിരുന്ന്, എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര നമ്മൾ ഈ ദിവസങ്ങൾ കാണുക.